ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരിയുടെ ടൂറിസം രംഗത്ത് സമഗ്രമായ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. വികസന രംഗത്ത് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തിനൊപ്പം സ്വകാര്യ പങ്കാളിത്തവും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് തലശ്ശേരി ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരിയുടെ സമഗ്ര വികസനവും ടൂറിസം സാധ്യതകളും എന്ന വിഷയത്തിൽ പാരീസ് പ്രസിഡൻസി ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർ ബാബുരാജ് അധ്യക്ഷനായി. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള വികസനത്തിന്റെ പുത്തൻ മാതൃക തീർത്തത് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നിന്നുമാണ്. വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞ അമ്മയും കുഞ്ഞു ആശുപത്രിക്ക് തൊട്ട് ജനറൽ ഹോസ്പിറ്റൽ വരുന്നു. അവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് MCC വരുന്നു. അപ്പോൾ ഈ കണ്ടിക്കൽ കോടിയേരി മേഖല ഒരു മെഡിക്കൽ ഹബ്ബായി മാറും. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു ചോദിക്കും. ഈ പറഞ്ഞ തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ പൂർണ്ണമായി ഡിമോളിഷ് ചെയ്യും. നഗരത്തിൽ നിന്ന് കടൽ കാണാൻ സാധിക്കുന്ന, ബീച്ചിൽ പോയിരിക്കാൻ സാധിക്കുന്ന പ്രദേശമായി ഈ നഗരം മാറും. നമ്മൾ കാണേണ്ടത് കോട്ടയാണ് പ്രധാനം. കോട്ടയാണ് നമ്മുടെ സമ്പത്ത്. നിർഭാഗ്യവശാൽ നമ്മൾ കോട്ടയെ ബ്ലെയിം ചെയ്തുകൊണ്ട് അയ്യോ കോട്ട അവിടെ ഒന്നും നടക്കില്ല. കോട്ടയെ നമുക്ക് ആളെ കാണിക്കാൻ സാധിക്കണം. ടൂറിസ്റ്റുകൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമായി കോട്ട മാറണം. അതിന് അവിടെ നിന്നും അമ്മയും കുഞ്ഞും അങ്ങോട്ട് ജനറൽ ഹോസ്പിറ്റൽ മാറുന്നു. ഫയർഫോഴ്സിന് വേണ്ടി നമ്മൾ സ്ഥലം നോക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ നഗരം വന്ന് കാണാൻ സാധിക്കുന്ന, ഉല്ലസിക്കാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമായി ഈ പോയിന്റ് മാറും. തലശ്ശേരി ജനറൽ ആശുപത്രിയും അമ്മയും കുഞ്ഞും ആശുപത്രിയും ഉൾപ്പെടെ കണ്ടിക്കലിൽ വരുന്നതോടെ മേഖല മെഡിക്കൽ ഹബ്ബായി മാറുമെന്നും ടൂറിസം മേഖലയുടെ വികസനമാണ് ലക്ഷ്യമെന്നും സ്പീക്കർ പറഞ്ഞു. സെമിനാറിൽ മണി മാധവൻ നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തി. മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം മോഡറേറ്ററായി. സച്ചിൻ സൂര്യകാന്ത് മഖേച്ച, പ്രദീപ് പ്രതിഭ, KV ദിവാകർ, K വിനോദ് നാരായണൻ, CB ദീപക്, നാസർ ലാമിയർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരും സംഘടനാ പ്രതിനിധികളും സെമിനാറിൽ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ് തലശ്ശേരി.